ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നമ്മുടെ നാട്ടിലെ പറമ്പുകളിലും വഴിയോരങ്ങളിലും സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു ചെറിയ ചെടിയാണ് നമ്മൾ ഈ കാണുന്നത്, കീഴാർ നെല്ലി. വെറും ഒരു കളയായിട്ട് മാത്രം നാം കാണുന്ന ഈ ചെടി ആയുർവേദത്തിൽ കരൾ രോഗങ്ങൾക്കും അതുപോലെ മഞ്ഞപ്പിത്തത്തിനും ഉൾപ്പെടെയുള്ള നിരവധിയായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. കീഴാർ നെല്ലിയുടെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, അതൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. കീഴാർ നെല്ലി, ചിലയിടത്തൊക്കെ കിരിട്ടാർ നെല്ലി എന്നൊക്കെ പറയുന്ന, നമ്മളിവിടെ പറയുന്നത് കീഴാർ നെല്ലിയാണ്. ഫിലാന്തേസി എന്ന് പറയുന്ന കുടുംബത്തിലെ ഒരംഗമാണിത്. മഞ്ഞപ്പിത്തം, കരൾ രോഗങ്ങൾ, വൃക്കയിലുണ്ടാകുന്ന കല്ല്, പ്രമേഹം എന്നിവയൊക്കെ തടയാൻ കീഴാർ നെല്ലി സമൂലം ഉപയോഗിക്കുന്നുണ്ട്. ഇത് അരച്ച് പാലിലോ മോരിലോ ഒക്കെ ചേർത്ത് കഴിക്കുന്നത് ദഹന പ്രശ്നങ്ങളും വയറുവേദനയും ഒക്കെ മാറ്റാൻ വളരെ ഉത്തമമാണ്. കീഴാർ നെല്ലിയിൽ അടങ്ങിയിരിക്കുന്ന ഫിലാന്തിൻ, അതുപോലെ ഹൈപ്പോഫിലാന്തിൻ എന്നൊക്കെ പറയുന്ന രാസവസ്തുക്കളുണ്ട്. അതാണ് ഈ മഞ്ഞപ്പിത്തം കുറയ്ക്കുവാനായിട്ട് സഹായിക്കുന്നത്. മഞ്ഞപ്പിത്തം മാറാൻ ഇതിൻ്റെ നീര് പശുവിൻ പാലിൽ ചേർത്ത് 7 ദിവസം തുടർച്ചയായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. മഞ്ഞപ്പിത്തമൊക്കെ വന്ന് മാറിയവർക്കാണേലും പിന്നീട് വരാതിരിക്കുന്നതിനൊക്കെ വളരെ സഹായിക്കും. അതുപോലെ വൃക്കയിലുണ്ടാകുന്ന കല്ലുകൾ, കിഡ്നിയിലുണ്ടാകുന്ന കല്ലുകളൊക്കെ അലിയിച്ച് കളയാൻ, അതുപോലെ മൂത്രനാളിയിലെ അണുബാധ തടയാനും ഒക്കെ ഈ കീഴാർ നെല്ലി ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാത്തരം കരൾ രോഗങ്ങൾക്കും ഫലപ്രദമാണ് കീഴാർ നെല്ലിയുടെ ഉപയോഗം എന്നാണ് പറയുന്നത്. എന്ന് കരുതി അളവിൽ കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല. അത് ഒന്നും തന്നെ അളവിൽ കൂടുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ 5 മില്ലിഗ്രാം മുതൽ ഒരു 15 മില്ലിഗ്രാം വരെ ഇത് നമുക്ക് ദിവസേന ഉപയോഗിക്കാവുന്നതാണ്. കീഴാർ നെല്ലി ശുദ്ധജലത്തിൽ നന്നായിട്ട് അരച്ച് ചതവ് ഒക്കെയുള്ള ഭാഗത്തൊക്കെ തേക്കാം. അതുപോലെ നീര് ഒക്കെയുള്ള ഭാഗത്ത് തേക്കാം. അതൊക്കെ നന്നായിട്ട് കുറഞ്ഞു കിട്ടും. ത്വക്ക് രോഗങ്ങൾക്ക് ഒത്തിരി ശമനം ഉണ്ടാവും ഈ കീഴാർ നെല്ലിയുടെ ഉപയോഗം. അതുപോലെ കീഴാർ നെല്ലി അരച്ച് തലയിൽ തേച്ച് നമ്മൾ നെല്ലിക്ക, താന്നിക്ക, കടുക്ക, രാമച്ചമൊക്കെ ഉപയോഗിച്ച് കുറേ നേരം അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആറിയ ശേഷം ആ വെള്ളം ഉപയോഗിച്ച് നമുക്ക് തല കഴുകുന്നത് ഒത്തിരി നല്ലതാണ്. മുടി കൊഴിച്ചിൽ കുറയുന്നതിനും, അതുപോലെ മുടിക്ക് ഈ വട്ടമൊക്കെ ചില ആളുകളുടെ മുടി കൊഴിഞ്ഞു പോകുമല്ലോ, അതുപോലെ പ്രശ്നങ്ങൾക്കും ഇച്ചിങ്ങിനും ഒക്കെ വളരെ നല്ലതാണിത്. മൂത്രാശയ രോഗങ്ങൾക്ക് വളരെ ഉത്തമമായിട്ടുള്ള ഒന്നാണ് കീഴാർ നെല്ലി. കീഴാർ നെല്ലി സമൂലം അരച്ച് കരിക്കിൻ വെള്ളത്തിലൊക്കെ കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിൻ്റെ ഒരു ഭാഗവും കളയാനില്ല. വിരശല്യമൊക്കെ കുറയ്ക്കുന്നതിന് കുട്ടികൾക്ക് പണ്ടൊക്കെയുള്ള ആളുകൾ കീഴാർ നെല്ലി സമൂലം അരച്ച് പാലിൽ കൊടുക്കുമായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നനവുള്ള സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് വളരുന്ന കീഴാർ നെല്ലി ഒത്തിരി ഔഷധ ഗുണമുള്ളതാണെന്ന് മനസ്സിലായല്ലോ. ഇതിൻ്റെ ഇലത്തണ്ടിൻ്റെ അടിയിൽ കാണുന്ന ഈ ഒരു നെല്ലിക്ക പോലുള്ള ഒരു ഭാഗമുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇതിനൊരു പക്ഷേ കീഴാർ നെല്ലി എന്ന് പറയുന്നത്. കീഴാർ നെല്ലി കഷായം പ്രമേഹത്തിന് വളരെ നല്ലതാണ്. പക്ഷേ സാധാരണയായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. പെട്ടെന്ന് കുറഞ്ഞു പോവാതെ സൂക്ഷിക്കണം. അതുപോലെ ചുമ, നെഞ്ചുവേദനയ്ക്കൊക്കെ ഈ കീഴാർ നെല്ലി കഷായം വളരെ നല്ലതാണ്. അതുപോലെ വായിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ മുറിവുകൾക്ക് കീഴാർ നെല്ലിയുടെ ഇലയും വേരും ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന കഷായം കവിൾ കൊള്ളുന്നതും വളരെ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആസ്മ പോലുള്ള രോഗങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ദഹന പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് കീഴാർ നെല്ലി. കീഴാർ നെല്ലി മോര് കാച്ചി ഉപയോഗിക്കുന്നതാണ് അതിനൊക്കെ നല്ലത്. ഏതുതരം പച്ചമരുന്ന് നമ്മൾ പ്രയോഗം ചെയ്യുമ്പോഴും യഥാർത്ഥത്തിലുള്ള പച്ചമരുന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ രജിസ്റ്റേർഡ് ലൈസൻസി ആയിട്ടുള്ള ആയുർവേദ ഡോക്ടർമാരോടും വൈദ്യന്മാരോടും ഒക്കെ അവരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ ഡോസ് മനസ്സിലാക്കി മരുന്ന് കഴിക്കാവൂ. ഇത് സമൂലം അരച്ച് ലേപനം ചെയ്യുന്നത് മുട്ടുവേദനയ്ക്കും നടുവേദനയ്ക്കും ഒക്കെ വളരെ നല്ലതാണ്. വായിച്ചും കേട്ടും അതുപോലെ ഉപയോഗിച്ചും ഉള്ള അനുഭവം ഒക്കെയാണ്, ഈ അറിവുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്ന ഈ കീഴാർ നെല്ലിക്ക് ഇത്രയേറെ ഗുണമുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഈ ചെറിയ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.